Any officer, set over me, even to the peril of my life. കേരള ബറ്റാലിയൻ NCCയുടെ 8ാമത് കമ്പനി GPTC കളമശ്ശേരി. 160 ഓതറൈസ്ഡ് സംഖ്യയുള്ള ഈ കമ്പനി മികച്ച കേഡറ്റുകളെ വാർത്തെടുക്കുന്നതിൽ ബറ്റാലിയനിൽ മുൻനിരയിൽ നിൽക്കുന്നു. NCCയുടെ മോട്ടോ പോലെ തന്നെ ഐക്യവും അച്ചടക്കവുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയാണ്. ഞാൻ കവിരാജ്, ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, ഒരു NCC കേഡറ്റ്. NCC നൽകുന്ന ചിട്ടയായ പരിശീലനം കേഡറ്റുകളിൽ സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നു, അവരെ
നേതൃപാഠമുള്ളവരാക്കി മാറ്റുന്നു. രാജ്യത്തിനകത്തും പുറത്തും മാന്യമായ തൊഴിൽ ചെയ്ത് സൽപ്പേരോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. എല്ലാത്തിനുമുപരി അടർത്തി മാറ്റാനാവാത്ത ഒരുപാട് സൗഹൃദങ്ങൾ ഇവിടെ ജന്മമെടുക്കുന്നു. You cannot change your future, but you can change your habits, and surely these habits will change your future. നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ. NCCയിലെ ഈ പരിശീലനങ്ങളിലൂടെ ഞങ്ങൾ അറിയാതെ തന്നെ ധാരാളം നല്ല ശീലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. തീർച്ചയായും ഈ നല്ല ശീലങ്ങളാണ് ഞങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. NCC ട്രെയിനിങ് ലഭിച്ച ആരും തന്നെ നിരാശരോ നിഷ്ക്രിയരോ നിരുത്സാഹരോ ആയിരിക്കില്ല. ആവശ്യമുള്ളവർക്ക് യഥാവിധി സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്നും മുന്നിലുണ്ടാകും. രാജ്യസ്നേഹമുള്ള, രാഷ്ട്രബോധമുള്ള, സാമൂഹ്യ സേവന തൽപരരായ ഒരു കൂട്ടം യുവാക്കളെ വാർത്തെടുക്കുകയാണ് ഈ പ്രസ്ഥാനം. അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ അസോസിയേറ്റ് NCC ഓഫീസർ ശ്രീ രാജൻ സർ. വി സല്യൂട്ട് യു സർ. ബറ്റാലിയനിൽ തന്നെ മികച്ച യൂണിറ്റുകളിലൊന്നായി 8th കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണവും ശ്രീ രാജൻ സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളാണ്. വി സല്യൂട്ട് യു സോ. ബറ്റാലിയനിലെ മറ്റു യൂണിറ്റുകളെ അപേക്ഷിച്ച് 8th കമ്പനി ഒരുപാട് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം, ആൻറ്റി ടുബാക്കോ ആക്ടിവിറ്റീസ്, പബ്ലിക് ഇൻഫർമേഷൻ ബോർഡ്. ഇതിനെല്ലാം കാരണം ഇവിടുത്തെ അസോസിയേറ്റ് NCC ഓഫീസർ ശ്രീ രാജൻ സാറിൻ്റെ ആത്മാർത്ഥതയും അക്ഷീണ പ്രയത്നവും തന്നെയാണ്. വി സല്യൂട്ട് യു സർ. ഞാനിവിടെ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ NCC യൂണിറ്റിൽ ചാർജ് എടുക്കുന്നത് 13/7/1998 അതിനുണ്ടായ സാഹചര്യം ഇവിടെ ഈ യൂണിറ്റ് സസ്പെൻഡഡ് അനിമേഷനിലായിട്ട് 21 കേരള ബറ്റാലിയനിലേക്ക് 22 നിന്ന് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇവിടെ ചാർജ് എടുക്കാനും ഇതിൻ്റെ ഫംഗ്ഷനിൽ നേരിട്ട് ഇടപെടാനുമുള്ള ഓഫീസർ ഇല്ലാത്തതിനാൽ എന്നോട് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന മോഹൻ സാറ് വിളിച്ച് ആവശ്യപ്പെടുകയുണ്ടായി ഇതിൻ്റെ ചാർജ് എടുക്കണം. എനിക്കാണെങ്കിൽ NCCയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അന്നത്തെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് കേണൽ AK സിൻഹയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മേജർ കുര്യാക്കോസിൻ്റെയും ആ ഒരു ഉപദേശത്തിന് പുറത്ത് ഞാൻ ചാർജ് എടുക്കുകയായിരുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം വിജയപ്രദമായി. യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ 21 കേരളയിലെ ഏറ്റവും നല്ല യൂണിറ്റ് എന്ന നിലയിലേക്ക് കളമശ്ശേരി പോളിടെക്നിക്കിലെ NCC യൂണിറ്റിനെ മാറ്റുന്നതിന് സഹായിച്ചു. 1999 നവംബർ മുതലാണ് ഞാൻ പങ്കെടുത്ത PRCN, അതായത് പ്രീ കമ്മീഷൻ കോഴ്സ് നടക്കുന്നത്. അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലെ കാംപ്റ്റിയിൽ വെച്ചാണ് നടന്നത്. ഒത്തിരി മലയാളികളുള്ള ഒരു ബാച്ചായിരുന്നു ഞങ്ങളുടേത്. അത്
ഒരു അനുഭവം തന്നെയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ഒരു പടി ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുവാനും തുടർന്ന് ആ സൗഹൃദം വളരെ നാളുകൾ നിലനിർത്താനും ആ കോഴ്സ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാഡറ്റ്സിനെ വിവിധ ക്യാമ്പുകളിലേക്ക് ഡീറ്റെയിൽ ചെയ്യുന്നതിന് 2000 മുതൽ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2000 ആദ്യമായിട്ട് റിപ്പബ്ലിക് ഡേ ക്യാമ്പിലേക്ക് കളമശ്ശേരി പോളിടെക്നിക്കിലെ ഒരു കാഡറ്റ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുകയും പങ്കെടുക്കുകയും ഉണ്ടായി. അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും ഇടവിടാതെ തൽസൈനിക ക്യാമ്പിലേക്കും റിപ്പബ്ലിക് ഡേ ക്യാമ്പിലേക്കും കാഡറ്റുകളെ അയക്കുന്നതിന് സജ്ജരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2008 മാർച്ചിൽ ആദ്യമായി കളമശ്ശേരി പോളിടെക്നിക്കിനെ പ്രതിനിധീകരിച്ച് അന്നത്തെ RD കാഡറ്റ് കവിരാജിന് ബംഗ്ലാദേശ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും ആദ്യമായിട്ട് ഒരു YEP കാഡറ്റ് പറക്കുകയുണ്ടായി. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ NCC യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും അത് വളരെ വിജയപ്രദമായി പര്യവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. NCCയുടെ ഭാഗമായിരുന്ന പല കാഡറ്റ്സും ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വളരെ വിജയപ്രദമായ രീതിയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് വരുന്നതായി നമുക്കറിയാം. അതിൽ പല മേഖലകളുണ്ട്. പാരാമിലിറ്ററി ഫോഴ്സിലായാലും മിലിറ്ററി ഫോഴ്സിലായാലും മറ്റ് മേഖലകളിലായാലും വളരെ വിജയപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവരെ NCC വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. NCCയുടെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇതിൻ്റെ ചാർജ് എടുത്ത് എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം സഹായങ്ങൾ 21 കേരള ബറ്റാലിയനിലെ വിവിധ കമാൻഡിംഗ് ഓഫീസർമാരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നന്ദിപൂർവ്വം സ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവരുടെ ഗൈഡൻസ് നമ്മുടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും അത് വിജയപ്രദമാക്കുന്നതിനും വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ അതാത് സമയത്ത് പ്രിൻസിപ്പൽമാർ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി സപ്പോർട്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ അതെല്ലാം വിജയപ്രദമാക്കി അവസാനിപ്പിക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുമുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ വിവിധ പ്രവർത്തനങ്ങളിൽ കാഡറ്റ്സിൻ്റെ പങ്ക് തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് പല വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NCC യൂണിറ്റിന് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ കഠിന പ്രയത്നം ഒന്നുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് വോളണ്ടറി യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമാകുക, സ്വയം മാറാൻ സന്നദ്ധരാകുക, അതുവഴി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കാര്യമായ വികാസം വരുത്തുക, ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ വേണ്ടത്ര സഹായം നേടുക.
1996-97 കാലഘട്ടത്തിൽ ഞാനും ശ്രീ എൻ രാജനും കൂടി ഇലക്ട്രോണിക്സ് പ്രൊഫഷണൽ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു NCC ഓഫീസറുടെ ഒഴിവ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഉണ്ടാവുകയും പ്രിൻസിപ്പൽ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്തു. ശ്രീ എൻ രാജൻ എന്നോടൊപ്പം വർക്ക് ചെയ്ത് വളരെ സമർത്ഥമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തോട് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം വളരെ സന്നദ്ധനായി ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അന്നു മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ NCCയുടെ വളരെ സുവർണ്ണ കാലഘട്ടമായിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിൻ്റേത്. ഒരുപാട് ആക്ടിവിറ്റീസ്, റിപ്പബ്ലിക് പരേഡിന് നിരവധി കുട്ടികൾ പങ്കെടുത്തു, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ നിരവധി പേര് പങ്കെടുത്തു, ഒരുപാട് പേർ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് NCC വളരെ വലിയ ഒരു വെന്നിക്കൊടി നാട്ടിയ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് കടന്നുപോയത്. അതിനിടയിൽ ശ്രീ എൻ രാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേറെ സ്ഥാപനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അധികാരികളെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ തന്നെ അതിനൊരു നേട്ടമായി കാണുന്നു. കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം NCCക്കും ഈ സ്ഥാപനത്തിനും വേണ്ടി ചെയ്ത ഈ വൻ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായും വിലമതിക്കത്തക്ക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് നല്ല മധുര സ്മരണകൾ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന യാതൊരു സംശയവുമില്ല. ഈ NCCയിൽ പഠിച്ചു പോയവരും ഡിപ്പാർട്ട്മെന്റ് വഴി പഠിച്ചു പോയ ഒരുപാട് വിദ്യാർത്ഥി സമ്പത്ത്, ശിക്ഷ സമ്പത്തുള്ള ശ്രീ എൻ രാജന് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ അത് വളരെയധികം മധുര സ്മരണകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫിൽ ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ ജോസഫ് ശ്രീയ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അടുക്കും ചിട്ടയും അനുസരണവും കൃത്യനിഷ്ഠയും ഉണ്ടാക്കുന്നതിൽ NCC വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ സർവീസ് ജീവിതത്തിൽ മറ്റു ഓഫീസർമാരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ NCC ട്രെയിനിങ് എനിക്ക് വളരെ സഹായം ചെയ്തിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഞങ്ങളെ മികവുറ്റതാക്കാൻ NCCയും രാജൻ സാറും ഞങ്ങളെ വളരെയും സഹായിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ ആദർശധീരതയോടെ അക്ഷീയ യജ്ഞം നടത്താൻ അദ്ദേഹം നൽകിയ നിർദ്ദേശം ഞങ്ങൾ ശിരസാ വഹിക്കുന്നു. We salute you, sir. രാജൻ സാറിൻ്റെ ഒരു കാര്യത്തിനു വേണ്ടി എന്തു ജോലി തിരക്കും ഒഴിവില്ലായ്മയും മാറ്റിവെച്ച് അവിടെ എത്തും സാറിൻ്റെ ശിഷ്യന്മാരെല്ലാം. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഓർക്കപ്പെടേണ്ടതാണ് രാജൻ സാർ. അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാം മാർഗദർശിയും ഇരുട്ടിൽ വിളക്കായതും. ജീവിതത്തിന് അടുക്കും ചിട്ടയും അനുസരണയും അച്ചടക്കവും സന്നിവേശിപ്പിച്ചത് രാജൻ സാറിൻ്റെ സ്നേഹം നിറഞ്ഞ ശാസനകളും ആത്മാർത്ഥമായ സമീപനവുമാണ്. ഏതൊരു ശിഷ്യനും അനുകരണീയമായ ഇതുപോലുള്ള ഗുരുവിനെ ലഭിച്ചതിൽ ഞങ്ങൾ ഓരോരുത്തരും വളരെയധികം ഭാഗ്യവാന്മാരാണ്. We salute you, sir.